أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين صدق الله العظيم. അൽ-ബഖറ 97 മുതലുള്ള ആയത്തുകളാണ് ഇവിടെ വിവരിക്കുന്നത്. നബിയെ, അള്ളാഹുവിൻ്റെ അനുമതിയോടെ ഈ ഖുർആനാകുന്ന വേദഗ്രന്ഥം അതിനു മുമ്പുള്ളവയെ ശരിവെച്ചുകൊണ്ടും സത്യവിശ്വാസികൾക്ക് സന്മാർഗമായും സന്തോഷവാർത്തയുമായി താങ്കളുടെ ഹൃദയത്തിൽ അവതരിപ്പിച്ചതിന് മലക്ക് ജിബ്രീലിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആ കൂട്ടരോട് പറയുക. അതായത് അതിനുശേഷം ഉള്ള ആയത്തിൽ അത് വിവരിക്കുന്നുണ്ട്. മൻ കാന അദുവ്വൻ ലില്ലാഹി വ മലായികത്തിഹി വ റുസുലിഹി വ ജിബ്രീല വ മീകാല ഫഇന്നല്ലാഹ അദുവ്വൻ ലിൽ കാഫിരീൻ. ആരെങ്കിലും അള്ളാഹുവിൻ്റെയും അവൻ്റെ മലക്കുകളുടെയും പ്രവാചകന്മാരുടെയും ജിബ്രീലിൻ്റെയും മീകായിലിൻ്റെയും ശത്രുവായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു അത്തരം നിഷേധികളുടെയും ശത്രുവായിരിക്കും. ജൂതന്മാരുടെ അബദ്ധജടിലമായ ഒരു വിശ്വാസത്തെ തുറന്നു കാണിക്കുകയാണ് ഈ ആയത്തുകളിൽ. അവർ പറഞ്ഞു നടന്നിരുന്നത് ജിബ്രീൽ അഥവാ ഗബ്രിയേൽ എന്ന മലക്ക് ദിവ്യ സന്ദേശങ്ങൾ അഥവാ ഖുർആൻ അവതരിപ്പിക്കേണ്ടിയിരുന്നത് ഇസ്രായേൽ വംശത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്കായിരുന്നു. പക്ഷേ ജിബ്രീൽ അത് അറബികളിൽപ്പെട്ട മുഹമ്മദിനാണ് അവതരിപ്പിച്ചു കൊടുത്തത്. ജിബ്രീലാകട്ടെ ഞങ്ങളുടെ ശത്രുവുമാണ്. ഈ ശത്രുതയ്ക്കുള്ള കാരണമായിട്ട് അവർ പറയുന്നത് ജിബ്രീൽ കാരണമായിട്ടാണ് ഞങ്ങൾക്ക് സ്വദേശം നഷ്ടപ്പെട്ടത്. യെരുശലേമിലെ ഞങ്ങളുടെ ദേവാലയം നെബൂഖദ്നേസറിനെ കൊണ്ട് നശിപ്പിച്ചത് ആ മലക്കാണ്. ആ മലക്കിനോട് ഞങ്ങൾക്ക് വലിയ വിരോധമാണ്. അതുകൊണ്ട് ആ മലക്ക് വഴിയായി അവതരിച്ച വേദമാകുന്ന ഖുർആനെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല, ഈ പ്രവാചകനെയും അംഗീകരിക്കുകയില്ല. അക്കാലത്ത് അറബികൾക്കിടയിൽ അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് ഇപ്രകാരമായിരുന്നു. പിൽക്കാലത്ത് ഷിയാക്കളിലെ ഒരു വിഭാഗമായ റാഫിദി ഗ്രൂപ്പ് ഇപ്രകാരം പറഞ്ഞിരുന്നു. അതായത് യഥാർത്ഥത്തിൽ ഖുർആൻ ഇറങ്ങേണ്ടിയിരുന്നത് അലി റളിയല്ലാഹുവിനായിരുന്നു. പക്ഷേ മലക്ക് ജിബ്രീൽ അബദ്ധത്തിൽ അത് മുഹമ്മദിന് കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നുവെന്നും ഇതിൻ്റെ പേരിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അവർ ശപിക്കാറുണ്ടായിരുന്നു അത്രേ. സത്യത്തിൽ ഈ കൂട്ടർക്കൊന്നും തന്നെ അള്ളാഹുവിലും അവൻ്റെ സത്യ വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലുമൊന്നും വിശ്വാസമില്ല. വിശ്വസിക്കാതിരിക്കാനുള്ള ചില മുരട്ട് ന്യായങ്ങൾ തട്ടിവിടുകയാണവർ. തീർച്ചയായും അതിനുശേഷമുള്ള ആയത്തിൽ പറയുന്നുണ്ട്, അവകുല്ലമ ബലക്കത് അൻസൽന ഇലൈക ആയാത്തിൻ ബയ്യിനാത്തിൻ വമാ യക്ഫുർ ബിഹാ ഇല്ലൽ ഫാസിഖൂൻ. തീർച്ചയായും താങ്കൾക്ക് സുശക്തമായ വേദവചനങ്ങളാണ് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ദൈവധിക്കാരികൾ മാത്രമേ അവയെ നിഷേധിക്കുകയുള്ളൂ. അവകുല്ലമ ആഹദു അഹ്ദൻ നബദഹു ഫരീഖും മിൻഹും ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ. ഓരോ കരാർ ചെയ്യുമ്പോഴും അവരിൽ ഒരു വിഭാഗം പ്രസ്തുത കരാറുകളെ വലിച്ചെറിയുകയുണ്ടായല്ലോ. അവരിൽ അധിക പേരും വിശ്വാസകാര്യങ്ങളിൽ വിശ്വസിക്കാത്തവരാണ്. വലമ്മാ ജാഅഹും റസൂലും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം കഅന്നഹും ലാ യഅലമൂൻ. അവരോടൊപ്പമുള്ള വേദഗ്രന്ഥത്തെ സാക്ഷാത്കരിക്കുന്ന ഈ പ്രവാചകൻ ആഗതനായപ്പോൾ ആ വേദക്കാരിലെ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥത്തെ ഒന്നും അറിയാത്തവരെ പോലെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഈ ആയത്തുകളൊക്കെ അഭിസംബോധന ചെയ്യുന്നത് നബിയോടുള്ള ഒരു സാന്ത്വനം എന്ന നിലക്കാണ്. ജൂതന്മാർ താങ്കളെയും ഈ ഖുർആനെയും അംഗീകരിക്കാതിരിക്കുക എന്നത് ഗൗരവമായി കാണേണ്ടതില്ല. അവരുടെ സ്വന്തം വേദത്തോടും പ്രവാചകന്മാരോടും ഇതേ നിലപാടാണ് അവർ കൈക്കൊണ്ട് പോന്നിട്ടുള്ളത്. പിന്നെയുണ്ടോ അവർ താങ്കളെയും ഈ ഖുർആനെയും അംഗീകരിക്കുന്നത്? ഖുർആനെയും പ്രവാചകചര്യയെയും യഥാവിധി പിൻപറ്റാത്ത മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നൊരു സന്ദേശവും ഈ ആയത്തുകൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന കാര്യം നാം മറന്നു പോകരുത്.
വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.